ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇപ്പോൾ ഒരു ടൈം 5:15 കേട്ടോ. ഞാൻ അടുക്കളയിൽ വരുമ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ തോന്നിയത്. അത് വേറെ ഒന്നിനല്ല, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇതുപോലെ ഇഡ്ഡലീൻ്റെ മാവും ദോശേൻ്റെ മാവൊക്കെ അരച്ച് വെക്കുന്ന ഒരു വീഡിയോസിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും അതെങ്ങനെയാണ് ഒരിക്കലും ഇങ്ങനെ പൊന്തി കിടക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഉഴുന്ന് ഒരു അരിയും ബാക്കി ഒരു ഗ്ലാസ്സുമാണ് എടുത്തത്, പച്ചരിയും പൊന്നിയൊക്കെ. അപ്പോൾ നാട്ടിലാകുമ്പോൾ നമ്മൾ ഉമ്മമാരായിരിക്കും ഇതെല്ലാം അരച്ച് വെക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അങ്ങനെ അത് ഒന്ന് പൊന്തിയതിനൊക്കെ. ഒന്നാമത് പാത്രവും ഞാൻ ചെറുതാണ് എടുത്തത്, പക്ഷേ നല്ലോണം പൊന്തുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫ്രിഡ്ജിൽ നിന്ന് സാമ്പാറൊക്കെ എടുത്ത് മുളകിട്ട കറി ഞാൻ തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള പരിപാടിയെല്ലാം തുടങ്ങുന്നതിൻ്റെ മുന്നേ ചോറ് അടുപ്പത്തട വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചോറ് എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് അടുപ്പത്തട വെച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നമ്മളെ ഇഡ്ഡലി കുട്ടനെ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ ഇതിലോട്ടേക്ക് പാരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളൊന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് നല്ലോണം ബ്ലഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഓരോന്നിലായിട്ട് പാർന്ന് കൊടുക്കുക. ഓക്കെ, നമ്മൾ 2 ഇഡ്ഡലി കൂട്ടന്മാരെ നമുക്ക് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് വേവുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ച് ചട്നി ഉണ്ടാക്കാമെന്ന്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തേങ്ങ ചിരവിയിട്ട് ഫ്രീസ് ചെയ്തെടുത്തി കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ തേങ്ങ ചിരവിയതും പിന്നെ ചെറിയുള്ളിയും പച്ചമുളകെല്ലാം ഇട്ട് അപ്പോൾ ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഞാൻ വിനെഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇഡ്ഡലി കൂട്ടന്മാർ റെഡിയായി കേട്ടോ. നമ്മൾ നല്ലോണം തണിഞ്ഞ് വെക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ഷേപ്പിൽ ഇഡ്ഡലി കിട്ടും. അപ്പോൾ എനിക്ക് തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനത് എടുത്ത് വെച്ച ബട്ടൻ്റെ സ്പൂൺ ഉപയോഗിച്ചിട്ട് പിന്നെ എടുത്തത് കൊണ്ട് തന്നെ എനിക്ക് അടിപൊളിയായിട്ട് റൗണ്ടായിട്ട് കിട്ടിയിരിക്കുക. അത് നിങ്ങൾക്ക് ഈ കോലം കണ്ടാൽ തന്നെ തിരിയും. ഇനി നമുക്ക് ചൂടുള്ള ചോറ് ടിഫിനിലാക്കി കൊടുക്കാം. അപ്പോൾ ഈ ചൂടുള്ള ചോറിന് കറിയായിട്ട് ഞാൻ കൊടുക്കുന്നത് നമ്മളെ നടപ്പനുസരിച്ചിട്ട് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ മിനിമം 3 ദിവസമെങ്കിലും എത്തിക്കണം എന്നുള്ള നിയമമുള്ളത് കൊണ്ട് അതിൽ ഞാനൊരു മാറ്റം വരുത്താത്തത് കൊണ്ടും ഞാൻ തലേന്നത്തെ സാമ്പാർ എടുത്ത് ചൂടാക്കിയതാണ് കേട്ടോ കൊടുക്കുന്നത്. സാമ്പാറിൻ്റെ കൂടെ ഇപ്പോൾ ഒരു മുളക് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് രാവിലെ ഞാനൊന്നങ്ങ് ചൂടാക്കിയെടുത്ത്. അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് ഒരുപാട് പേരുണ്ട് കേട്ടോ. എരിയുന്ന കറി, മുളക് ചുവന്നക്കറി, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒപ്പരം ഞാൻ കൊടുക്കുന്നത് പിന്നെ ഇനി തുറമാങ്ങ കൂടി വെച്ച് കൊടുത്ത സംഭവം സെറ്റായി. ഇത് നാട്ടിൽ നിന്ന് പിന്നെ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ തുറമാങ്ങ കേട്ടോ. അങ്ങനെ നമ്മൾ ടിഫിനെല്ലാം റെഡിയാക്കി നേരെ കിറ്റിലോട്ടേക്കെല്ലാം എടുത്ത് വെച്ച് ഇനി നമ്മൾ ഫുഡ് കഴിക്കേണ്ട ടൈമാണ്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും മുളക് സെറ്റാണ്. ഇത് അതിൻ്റെ തലേന്നത്തെ എല്ലാം കൂടിയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.